Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Start ചെയ്യാലോ ക്ലാസ് റെഡി ആണോ എല്ലാവരും? റെഡിയാണ് മാഡം. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? Human resource management. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് HRM, അല്ലെ? അത് മാൻ പവറിനെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഈവൻ ദോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് വെരി നെസസറി. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയാ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് പോയത്. അതായത് മനുഷ്യന്മാരെ എന്താ പറയാ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ ഫോർ ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ, ഏതൊരു ബിസിനസിന്റെയും സക്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പവറിലാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സോ അതിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം അതിന്റെ എന്താ പറയാ പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റ് ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ റിവൈസ്ഡ് കോൺസെപ്റ്റ് ആണ് HRM എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അല്ലെ? അപ്പൊ പുതിയ രീതിയിൽ പഴയ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്കറിയാം. ടെക്നോളജി അതനുസരിച്ച് വളർന്നു, അല്ലെ? ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയാ ബൂം ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ. അതല്ലേ, അതായത് നമ്മളിന്ന് വസിക്കുന്നത് തന്നെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എല്ലാം ബിസിനസ് കേന്ദ്രീകരിച്ച ഇന്ന് നടക്കുന്നത്. എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ സേവനം എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ഇന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് എല്ലാം ആഫ്റ്റർ ഓൾ എല്ലാം അവസാനം വന്നു നിൽക്കുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് എന്താ പറയാ എംപ്ലോയി, സ്റ്റാഫ് ഒക്കെ അടങ്ങുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നൗ ദർ ആർ സം ഡെഫിനിഷൻസ് which is given by some എന്താ പറയാ മെൻ, അതായത് കുറച്ച് ആളുകൾ നടത്തിയ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മീൻസ് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാനേജ്മെന്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ സംബന്ധിക്കുന്ന ചില ഡെഫിനിഷൻസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ആ ഡെഫിനിഷൻസ് അങ്ങനെ തന്നെ എഴുതാനല്ലല്ലോ, നിങ്ങൾക്കറിയാം ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാം. അതുകൊണ്ട് ആ ഡെഫിനിഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ എന്തായാലും അത് മനസ്സിലാക്കി വെക്കാം. അത് മനസ്സിലാക്കാനുള്ള എളുപ്പവിദ്യയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന ഡെഫിനിഷൻസ്. അതിൽ ഒരെണ്ണം ഒരു ജനറൽ ഡെഫിനിഷനും അതേഴ്സ് മറ്റു രണ്ടെണ്ണം രണ്ടാളുകൾ കൊടുത്ത ഡെഫിനിഷനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ്. ഇതൊരു മാനേജ്മെന്റ് ആണ്. എന്താണ് ആ മാനേജ്മെന്റിലൂടെ ചെയ്യുന്നത്? വിച്ച് ക്യാരീസ് ഔട്ട് ദ ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് ഓൾസോ ദ യൂസ് ഓഫ് ഹ്യൂമൻ പവർ ഓർ മാൻ പവർ വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം എനി അതർ സോഴ്സ് ഓഫ് പവേഴ്സ്. മറ്റ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മെനി സോഴ്സസ്. ഒരുപാട് കാര്യങ്ങളുടെ, ഒരുപാട് ശക്തികളുടെ ഒരു ഉറവിടം എന്തുണ്ട് ഒരു ഏതെങ്കിലും ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ വിജയം, സക്സസ് എന്ന് പറയുന്നത് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മാൻ പവർ. ആ മാൻ പവറിനെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുക, അതിനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക.
ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു പരിശ്രമത്തില് മാൻ പവറിനെ എത്രത്തോളം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, ആ മാൻ പവറിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താം, ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജ്, അതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ്. പേഴ്സണലിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് PERSONAL. വ്യക്തിപരമായ മാനേജ്മെന്റ് എന്നല്ല അതിന്റെ അർത്ഥം, തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് എന്നാണ്. അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് നടക്കേണ്ടത് എവിടെയാ? തൊഴിലാളികളെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും എത്ര ഇഫക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ പരമാവധി നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് അറിയണം. അതായത് വ്യക്തികളെ, തൊഴിൽ സമൂഹത്തെ മാനേജ് ചെയ്യുന്ന ആളുകൾ അറിയണം. അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാകാം. ഡാഷ് ഈസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ സോഴ്സസ് ഓഫ് പവർ. അപ്പൊ അതങ്ങനെ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ആ ഓർത്തിരിക്കുക, വേണ്ട രണ്ടും ഓർത്തിരിക്കുക. ഇഫക്റ്റീവ് കൺട്രോളും യൂസ് ഓഫ് മാനേജ്മെന്റ്, മാൻ പവറും. യൂസ് ഓഫ് മാൻ പവറും ഇഫക്റ്റീവ് കൺട്രോളും, അത് രണ്ടും ആ ഡെഫിനിഷനിൽ വരുന്ന ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഇത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ജനറൽ ഡെഫിനിഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രണ്ട് വേർഡ് ഓർത്ത ആ പേഴ്സണൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അന്നേരം തന്നെ അത് നോട്ട് ചെയ്ത് പോകുക കേട്ടാ. ഈ ഒരു എന്താ പറയാ ഡിഫറൻസ് പറഞ്ഞില്ലേ, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു നോട്ട് ചെയ്യാനായിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെഫിനിഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതില് ഒന്നാമത്തെ ജനറൽ ഡെഫിനിഷൻ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ. ആ സ്പെല്ലിംഗിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. എഡ്വേർഡ് ഫ്ലിപ്പു എന്നാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയല്ല, എഡ്വിൻ ഫ്ലിപ്പോയാണ്. EDWIN. ഒന്ന് തിരുത്തി എഴുതാമോ? EDWIN, എഡ്വിൻ ഫ്ലിപ്പോ, FLIPPO. ആൻഡ് എന്താണ് പുള്ളിക്കാരന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? അത് ഇങ്ങനെ ഓർത്തിരിക്കുക. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡിറക്റ്റിംഗ്, കൺട്രോളിങ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഓരോ രീതിയിലുള്ള അവരെങ്ങനെ പ്ലാൻ ചെയ്യണം, അവരെ എവിടേക്ക് അറേഞ്ച് ചെയ്യണം, ഏതൊക്കെ ജോലികൾ കൊടുക്കണം, അവർക്ക് എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുക്കണം, അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതൊക്കെ എങ്ങനെ അവരെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, അവരെ പ്രൊക്യൂർ ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻസ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാം എന്താ പറയാ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് ഓൾസോ അപ് ടു ദ എൻഡ്. മാത്രമല്ല അതിനെല്ലാം ഉപരി ഇതിൽ നിന്നെല്ലാം നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, ഓർഗനൈസേഷണൽ ആയിട്ടുള്ള, സൊസൈറ്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക. അതായത് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഇവർക്ക് ഡയറക്ഷൻസും കൺട്രോളിങ്ങും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ അതിന്റെ വ്യക്തിപരമായ, അതിന്റെ സംരംഭപരമായിട്ടുള്ളത്, സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതുമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലോങ് ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുക, അത് എഡ്വിൻ ഫ്ലിപ്പോന്റെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് അവിടെ പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡിറക്റ്റിങ്, കൺട്രോളിങ്, കോമ്പൻസേറ്റിങ്, ഡെവലപ്മെന്റ്, അതുപോലെ പ്രൊക്യൂർമെന്റ്, ഈ വേർഡുകളെല്ലാം ചേർന്ന് വരുന്നത്, അത് ചേർന്നതാണ് എഡ്വിൻ ഫ്ലിപ്പോന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഡെഫിനിഷൻ തന്നെ കാണാതെ പഠിക്കാനില്ല. ഹു ഡിഫൈൻഡ്, അത് ആരാണ് ഡിഫൈൻ ചെയ്തത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഇങ്ങനെ ചോദിക്കും, പ്ലാനിങ് എന്താ പറയാ, പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, പ്രൊക്യൂർമെന്റ് ഫോർ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽഡ് ഈസ് ഗിവൺ ബൈ, ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഡ്വിൻ ഫ്ലിപ്പോ എന്നാണ് ആ പേരൊന്ന് തിരുത്താൻ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ NB ഇട്ട് വെച്ചേക്കാം ഡെഫിനിഷന്റെ അവിടെ. ഓക്കെ, ആൻഡ് ദ തേർഡ് ഡെഫിനിഷൻ, മൂന്നാമത് മറ്റൊരു ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെയും ചെറിയ പേരിൽ മാറ്റമുണ്ട്. സ്റ്റീഫൻ ഡൺ എന്നാണ്. ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്ന് എഴുതിയിരിക്കുന്നത്, അത് ഒരു മിസ്റ്റേക്ക് ആണ്. സ്റ്റീഫൻ ഡൺ എന്നാണ്. STEPHENDUNN. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നെന്ന് മാത്രം. സ്റ്റീഫൻ ഡൺ എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്, ഒപ്പീനിയനില്, വാട്ട് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ്? വീണ്ടും പറയുന്നു, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് അങ്ങവരുടേതായ രീതിയിൽ പറയുന്നത്. എന്താണത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ്
and motivating people. That involves all managers, line and staff. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ മേഖലകളിൽ ഓരോ ആളുകളും ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാവരെയും നമുക്ക് ഒറ്റ പേരിൽ വിളിക്കാം എംപ്ലോയീസ്. ഇവരെല്ലാവരും മാനേജേഴ്സ് ആയിക്കോട്ടെ, ലൈൻ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, എല്ലാവരെയും എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷനിൽ അട്രാക്ട് ചെയ്യുക, അവരെ ആകർഷിക്കുക, അവരെ ഹോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ റിട്ടൈൻ ചെയ്യുക, ആൻഡ് ഓൾസോ ടു മോട്ടിവേറ്റ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതെല്ലാം ചേർന്ന ഒരു പ്രോസസ്സാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് സ്റ്റീഫൻ ഡൺ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് രീതിയിലുള്ള ഡെഫിനിഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ജനറൽ ഡെഫിനേഷൻ. അതൊരു ജനറൽ ആയിട്ടുള്ള നിർവചനമാണ്. പ്ലാനിംഗ് എന്ന് പറയുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. ഇഫക്റ്റീവ് കൺട്രോൾ, യൂസ് ഓഫ് മാനേജ്മെന്റ്, യൂസ് ഓഫ് മാൻ പവർ, ഇത് രണ്ടും, ആ വേർഡുകൾ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങളതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അതൊരു ജനറൽ ഡെഫിനേഷൻ ആണ് എന്ന് പറയാം. ആൻഡ് എഡ്വിൻ ഫ്ലിപ്പോ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കോമ്പൻസേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, ഒരുപാട് വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കുറെ ആക്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർന്ന് എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ, സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത്. എന്നാൽ സ്റ്റീഫൻ ഡൺ പറയുന്നത് അങ്ങനെയല്ല. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിംഗ്, holding and motivating people that involves all managers and line staff. എല്ലാ മാനേജർമാരെയും ലൈൻ സ്റ്റാഫുകളെ എല്ലാം തന്നെ അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അതുപോലെ മോട്ടിവേറ്റ് ചെയ്യുക. എന്താണ് ഇനി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡെഫിനിഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വേർഡുകളെ ഒന്നുകൂടി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റീഫൻ ഡന്റെ എന്താ പറയാ ഡെഫിനിഷൻ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ വേർഡുകൾ ഓർത്തിരിക്കുക. ഹോൾഡിംഗ്, അട്രാക്ടിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ. ക്ലിയർ ആണോ? ആ മൂന്ന് കാര്യങ്ങൾ അടങ്ങുന്നതാണ് സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനിഷൻ. ക്ലിയർ? മനസ്സിലായ? ഉണ്ടെന്നില്ലല്ലോ ആരും? ഉണ്ടായി. ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് ഇടയ്ക്ക് തമ്പറന്നോട്ടാ. ഓക്കെ, അടുത്തത്. അപ്പൊ നമ്മൾ ആ ഒരു ഡെഫിനിഷനിൽ കണ്ട മൂന്ന് കാര്യങ്ങളാണ്. എന്താ? അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. സോ വാട്ട് ഈസ് അട്രാക്ടിങ്? അട്രാക്ട് ചെയ്യുക. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് അതിലേക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ അട്രാക്ട് ചെയ്യുന്നത്? എങ്ങനെയാ? ബൈ ഗിവിംഗ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു ജോലി സ്ഥാപനത്തില് ഒരു ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് നമുക്ക് എങ്ങനെ അവരെ അട്രാക്ട് ചെയ്യാം? 10 ആൾക്കാർ പുറത്തിറങ്ങി പറയും, ഇവിടെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയ ആവശ്യത്തിന് ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, അല്ലാതെ നോൺ മോണിറ്ററി ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ ഭാഗമാകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വേറെയും ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് 10 ആളോട് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ആയി. അപ്പൊ ഇറ്റ് വിൽ അട്രാക്ട് മോർ എംപ്ലോയീസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് അതിലേക്ക് ആകർഷിതരാകും. ഓക്കെ, അപ്പൊ അവരുടെ ആപ്ലിക്കേഷൻസ് എനിക്ക് പറ്റിയ എന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ എനിക്കും ഗുണമാണല്ലോ. ബിക്കോസ് അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, ഓർഗനൈസേഷനിലേക്ക് അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഇറ്റ് ഈസ് ബൈ പ്രൊവൈഡിങ്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക്, ഹോസ്പിറ്റൽസ് മാത്രമല്ല കേട്ടോ, പല ഓർഗനൈസേഷൻസിലേക്കും അതുപോലെ തന്നെ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ബൈ പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡുകളാണ്. മോണിറ്ററി എന്നുള്ള കാശായിട്ടൊക്കെ വല്ല ഉത്സവങ്ങളും, ഉത്സവം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ ഉത്സവം അല്ല ഉദ്ദേശിച്ച, ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ ഉണ്ട്, ക്രിസ്മസ്, വിഷു, അതുപോലെ തന്നെ ഓണം, ഇതിനൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുന്ന സാലറിയോടൊപ്പം ഒരു പ്ലസ് അതിന്റെ ഒരു ബോണസ് പോലെ കൊടുക്കാം. അല്ലെങ്കിൽ വൺസ് ഇൻ ഇയർ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഔട്ടിംഗ് ഒക്കെ പോകുന്നു, അത് അവർക്ക് ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പല ഗിഫ്റ്റുകളായിട്ടും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ അട്രാക്ഷൻ ആണ്. അപ്പൊ എംപ്ലോയീസ് കൂടുതലും അവിടെ ഇങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മറ്റുള്ളവരും അറിയുമല്ലോ. സോ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ്. അത് ആ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി ഹോൾഡിംഗ് ഓർ റിട്ടൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾഡ് ചെയ്യുക, റിട്ടൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ ഒരു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അട്രാക്ട് ചെയ്യപ്പെട്ടു, നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ജോലി കിട്ടി. ഇനി ആ ജോലിക്കാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. ആര്? അത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു കഴിവാണ്. അവർ ഇവിടെ പിടിച്ചു നിർത്തണം. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ സിറ്റുവേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവരെ പിടിച്ചു നിർത്തണ്ടേ. അല്ലെങ്കിൽ വന്ന് പെട്ടുപോയി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ചാടിയാൽ മതി എന്ന് മാത്രം ആലോചിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെ വരുത്താതിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ള വർക്കിംഗ്
അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. അതായത് വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഓക്കെയാണ്, അവരുടെ ഒപ്പമൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫേസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ അവരെ ഹോൾഡ് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും ഒരേപോലെയാണ് എല്ലാവരെയും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ഡിസ്ക്രിമിനേഷൻസ് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു നല്ലൊരു സ്ഥലം പോലെ നമുക്ക് നമ്മുടെ ഹോം ലൈക്ക് ഫീലിംഗ് അവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കേഴ്സ് വിൽ നോട്ട് ഗോ എനിവർ. അവരെവിടെയും പോവില്ല, അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും, റീറ്റെയിൻ ചെയ്ത് വെക്കും. സോ എങ്ങനെയാണ് അപ്പൊ ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഒരു റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബൈ ഇംപ്രൂവിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. പിന്നെ ഒരാൾ പറഞ്ഞു മോട്ടിവേറ്റ്. ഇനി എങ്ങനെയാ ഈ വന്ന ജോലിക്കാരൊക്കെ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? അവർക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് കൊടുക്കണം. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണേ? ബൈ ഫോളോയിങ് സം പോളിസീസ്, പ്രൊസീജിയേഴ്സ്. അതായത് ഹ്യൂമനിനോട്, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, അതിൻ്റെതായ പോളിസീസും മറ്റു കാര്യങ്ങളും പ്രാക്ടീസസും ഒക്കെ ഓരോ ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അത് ഷുഡ് പ്രൊവൈഡ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ എംപ്ലോയീസ്. ആ പറയുന്ന പോളിസീസും കാര്യങ്ങളും രീതികളും ഒക്കെ പേഴ്സണൽ ആയിട്ട് അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോ എംപ്ലോയീസിനും സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ്. അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകരുത്. അടിച്ചേൽപ്പിക്കുന്നതും സ്വയം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നതും വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു പോളിസീസ് ഒക്കെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് അവർ മോട്ടിവേറ്റഡ് ആകുക. അപ്പൊ ആ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റീഫൻ ഡണ്ണിന്റെ ഒരു ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു 3 കാര്യം? അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അതെന്താണെന്നും ചോദിക്കും. ബൈ ഇംപ്രൂവിംഗ് വർക്ക് എൻവയോൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ബി ഡാഷ്. ഹോൾഡിംഗ്, എന്താ പറയാ, റിട്ടൈനിങ്, മോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ അട്രാക്ടിങ്. ഇതിൽ ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് എന്താ പറയാ ചോദിക്കാം. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട്. അപ്പൊ ആ 3 ഡെഫിനിഷനും മാർക്ക് ചെയ്യാം. അതുപോലെ ആ 3 വേർഡുകളും അട്രാക്ടിങ് പീപ്പിൾ, ഹോൾഡിംഗ് പീപ്പിൾ ആൻഡ് മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്ന 3ഉം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലാക്കി പറയൂ. പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാനാണ്. ഓക്കെ, വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ബിക്കോസ് ഇത് കുറച്ച് എന്താ പറയാ ഇതുപോലെയുള്ള ഭയങ്കര തിയറീസ് മാത്രമുള്ളതാണ്. ഇത് എല്ലാം ഈ പറഞ്ഞ ഹോസ്പിറ്റൽസിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഓവറോൾ ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? ഈ ബിസിനസ് സംരംഭങ്ങൾക്ക് എല്ലാം വേണ്ടി വരുന്ന 2 ടോപ്പിക്കുകളാണ് ഈ ഒരു സെമ്മില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM, ഒന്ന് PRO പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നതും. അത് പബ്ലിക് റിലേഷൻസ് ഒക്കെ ഏത് ബിസിനസ്സുകാർക്കും വേണ്ടതാ. പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ അത് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള വേറൊരു ചാപ്റ്റർ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പിന്നെ ഉണ്ട് മെറ്റീരിയൽ കൺട്രോള്, മെറ്റീരിയൽ മാനേജ്മെന്റ് ഒക്കെ മിസ് എടുത്തോണ്ട് പോയില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പഠിക്കുന്നത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ? ഇതുപോലെ തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ, എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് വേണ്ടത്? പേഴ്സണൽ മാനേജ്മെന്റ്, തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണം, ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണത്? ഒന്ന്, the personal manager should be specialized in organizational theory and should be likely to effective advisor to the top management in organizational matters. അത്രയെങ്കിലും ഓർത്തിരിക്കുക. അതായത് ഒരു എന്താ പറയാ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷണൽ തിയറിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അത് സ്പെഷ്യലിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. ഓർഗനൈസേഷൻ തിയറിയിൽ എന്താണ് organization theory? It is the discipline that provides insight on how to run a business and what is the functions of that particular organization, how to develop and how to make adapt changes to the existing situations. അതായത് ഇതൊരു ഡിസിപ്ലിൻ ആണ്, ഒരു എന്താ പറയാ അടക്കം ചിട്ടയമാണ്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഫങ്ഷൻസ് അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒരു അടുക്കും ചിട്ടയോടുകൂടി വളരെ വൃത്തിയായിട്ട് ചെയ്യുക, ഡിസിപ്ലിൻഡ് മാനറിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ് ആര്? പേഴ്സണൽ മാനേജർ. എങ്ങനെയാണ് ഓർഗനൈസേഷനെ കൊണ്ടുപോകേണ്ടത്, എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാം, അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റുകൾ വേണം, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം, അതൊക്കെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർഗനൈസേഷണൽ തിയറി. അപ്പൊ ഓർഗനൈസേഷണൽ തിയറി വ്യക്തമായിട്ടും വിദഗ്ധമായിട്ടും അറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം
ആര് പേഴ്സണൽ മാനേജർ. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് വേണ്ടത്. ആൻഡ് മാത്രമല്ല അവര് ചിലപ്പോൾ ദേ ഹാവ് ടു ആക്ട് ആസ് ആൻ അഡ്വൈസറി ടു ദ ടോപ്പ് മാനേജ്മെന്റ്. ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളോ ചില അഡ്വൈസസ്, ഈവൻ ഉപദേശങ്ങളാവാം, ചിലപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ആകാം. ഇത് തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുത്ത് അത് ടോപ്പ് ലെവലിലേക്ക് കൈമാറുക. അതായത് നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെയാകാം എന്ന് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ചിലപ്പോൾ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. ബിക്കോസ് അവർക്ക് മറ്റ് എംപ്ലോയീസുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായിട്ടോ ഡയറക്റ്റ് ചിലപ്പോൾ അധികം റിലേഷൻസ് ഉണ്ടാവില്ല. എന്നാൽ ഈ അധികം റിലേഷൻസ് ഉള്ളത് ആരായിരിക്കാം? പേഴ്സണൽ മാനേജറാണ്. കാരണം എംപ്ലോയീസിനെ ഒക്കെ മാനേജ് ചെയ്യുന്നത് ഇങ്ങോരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരെ മാനേജ് ചെയ്യാനൊക്കെ അറിയണമെങ്കിൽ അവർക്കുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഒരു റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം. ആ ഗ്രൂപ്പായിട്ടായിരിക്കാം, ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കാം. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഇങ്ങോട്ട് കഴിയുക. അപ്പൊ അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ they can give some advice to the top management. അവരെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് കൈമാറാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അതായത് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ തിയറീസ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിവുള്ള ആളായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. അതാണ് അതിന്റെ മീനിങ്. Personal manager must be a specialist in organization theory and likely to be an effective advisor to the top management in organizational matters as well being able to organize his own department. തന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെയും അതോടൊപ്പം തന്നെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതോടൊപ്പം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ് ഒക്കെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കുക, അതിനുള്ള ഇൻഫർമേഷൻസും അഡ്വൈസസും ഒക്കെ കൊടുക്കുക. കൂടാതെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ തിയറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് പേഴ്സണൽ മാനേജർ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ? ഇച്ചിരി ലെങ്തി സെന്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വായിച്ചു നോക്കി ഉത്തരം അതിന്റെ മീനിങ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഹി ഷുഡ് ബി എ റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഈ തൊഴിൽപരമായിട്ടുള്ള ഭരണങ്ങളൊക്കെ നടത്തുന്നതിൽ എക്സ്പെർട്ട് ആയിരിക്കും. എക്സ്പെർട്ട് വിദഗ്ധൻ അല്ലെ, വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. വിദഗ്ധന്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും അറിയുന്നതും എക്സ്പെർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഹീസ് എക്സ്പെർട്ട് ഇൻ ഇറ്റ് അല്ലെ. ആ ഒരു കാര്യത്തിൽ അവൻ എക്സ്പേർട്ട് ആണെന്ന് പറയാൻ കാരണം എന്താ? കംപ്ലീറ്റ്ലി അങ്ങോട്ട് ആ കാര്യത്തെ കുറിച്ച് അറിയില്ലാത്തതൊന്നുമില്ല. ആ ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചോ കൃത്യമായിട്ട് അവന്റെ കയ്യിൽ എന്തിനും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എക്സ്പേർട്ട് എന്ന് വിളിക്കാം അല്ലെ. അല്ലാതെ ഇപ്പൊ അത്യാവശ്യം ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് എക്സ്പേർട്ട് അല്ല. അത് നമുക്ക് ആ ഒരു കാര്യം ആ ഒരു സമയത്തിന് ചെയ്തു തീർക്കാൻ വേണ്ടി മാത്രം നമ്മൾ നേടിയെടുത്ത അറിവാണ്. അതേസമയം അവിടെ യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കോ മറ്റൊന്നും ഇടവരുത്താതെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിരിക്കണം. എന്തിനെ കുറിച്ചിട്ട്? അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സ്പേർട്ട് ആയിരിക്കണം. ദാറ്റ് മീൻസ് അവർക്ക് എന്തറിയണം? ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു രീതിയിൽ എക്സ്പേർട്ട് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക അർത്ഥം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് നോ അബൌട്ട് ദ ലോസ്, പ്രൊസീജിയർ ആൻഡ് ഓൾസോ ഹൗ ടു what are the techniques used in that particular organization. ഓരോ ഓർഗനൈസേഷന്റെ പേഴ്സണൽ മാനേജർ ആ ഒരു രീതിയിൽ എക്സ്പേർട്ട് ആകണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ടെക്നിക്സും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എല്ലാം അങ്ങൂരം അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയണം, എന്നാലേ എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയല്ലേ? എല്ലാം എനിക്ക് അറിയാൻ മാത്രമേ ഐ ക്യാൻ മാനേജ് ദ അതേഴ്സ്. എന്റെ കോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ എന്താ പറയാ സബോർഡിനേറ്റ്സിനെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് അതിൻ്റെതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. A to Z എല്ലാ കാര്യവും അറിയണം, എന്നാലേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ പേഴ്സണൽ മാനേജർ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ് ഉള്ള ആളായിരിക്കണം. പിന്നെ എന്താ? ഹി ഓർ ഷീ ഷുഡ് ഹാവ് ദാറ്റ് ആംപിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസ്. ഇനി എന്താ? ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളായിരിക്കണം. Then what is behavioral science? ഈ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത് അതൊരു തരം ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡീസ്. ഒരു തരം പ്രത്യേക പഠനങ്ങൾ നടത്തിയിട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ്. എന്ത് പഠനങ്ങൾ നടത്തി എന്തിന് അപ്ലൈ ചെയ്യുന്നു? അതായത് നമ്മളുടെ ഹൗ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. ഈ ജോലിക്കാരെയൊക്കെ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? how to make them work more efficiently in an organization. അവരെ കൊണ്ട് എങ്ങനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റും, അതെങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും, അതിനെ കുറിച്ചിട്ടുള്ള
പഠനങ്ങള് ആ പഠനങ്ങൾ നടത്തി അത് അപ്ലൈ ചെയ്യുക, അതിനെയാണ് ബിഹേവിയറൽ സയൻസ് എന്ന് വിളിക്കുക. ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അവരിൽ നിന്നൊക്കെ മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ അവരെയൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാം, മാനേജ് ചെയ്യാം, അതിനെ കുറിച്ച് പഠിക്കണം. ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അവര് അതിന്റെ റിസൾട്ട് നമുക്ക് തരും എന്ന് മനസ്സിലാക്കി അതിലേക്കുള്ള പഠനങ്ങളൊക്കെ നടത്തി അത് അപ്ലൈ ചെയ്യുക. വെറുതെ പഠിച്ചിട്ട് നോക്കിയിരുന്ന ശരിയാണ്, ഇതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവരിൽ നിന്ന് കൂടുതൽ റിസൾട്ട് നമുക്ക് സമ്പാദിക്കാം എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന കാര്യമുണ്ട്. ഇല്ല, അത് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുക, അതിന്റെ ആപ്ലിക്കേഷനെയാണ് ബിഹേവിയറൽ സയൻസ് എന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ബിഹേവിയറൽ സയൻസിനെ കുറിച്ചുള്ള ആംബിൾ നോളജ് നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഹി ഷുഡ് ഹാവ് അക്യൂട്ട് സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്താ? സാമൂഹ്യ നീതി, ന്യായം എന്ന് വെച്ചാൽ മെൻ ആർ മെൻ, ഹ്യൂമൻ ആർ ഹ്യൂമൻ അല്ലെ, മനുഷ്യൻ മനുഷ്യനായി കാണുക. വെദർ ഇറ്റ് ഈസ് മെൻ ഓർ വിമൻ, അവിടെ ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബിക്കോസ് ഓൾ ആർ ഈക്വൽ അല്ലെ. അവിടെ ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമില്ലാതെ, വിവേചനം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിനാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, ന്യായം. പെണ്ണിന് സ്ത്രീകൾക്ക് എത്ര കൂലി കൊടുക്കുന്നോ അതേ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് ഒരേ കൂലി തന്നെ. പുരുഷന്മാർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അവർക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു, സ്ത്രീകൾക്ക് അത്ര വലിയ ചെലവൊന്നുമില്ല, അപ്പൊ അവർക്ക് എത്ര കുറഞ്ഞു. അത് പണ്ടത്തെ സിസ്റ്റം ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഇപ്പോഴും ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പാടില്ല. എന്ന് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ എവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരേ റേഞ്ചിലുള്ള ഒരു സാലറിയോ അതുപോലെ വേജസോ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒന്നും പാടില്ല എന്നാണ്. അങ്ങനെ എന്താ പറയാ കൊണ്ടു നടക്കുക. അതാണ് ഹി മസ്റ്റ് ഹാവ് ദ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഓൾസോ ഫുള്ളി അപ്രീഷിയേറ്റീവ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മെൻ ആൻഡ് വിമൻ. അത് എവിടെ ജോലി ചെയ്യുന്ന, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാർക്കാവട്ടെ, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവരുടേതായ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുക, അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കുക, അവർക്ക് വേണ്ടത്ര അവരുടെ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കൊടുക്കുക, അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് പെരുമാറുക എന്നുള്ളതും പേഴ്സണൽ മാനേജറിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. പിന്നെന്താ? ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇനി എന്താ ക്രിയേറ്റീവ് തിങ്കിങ്? അത് പുതിയതായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത് എന്താ പറയാ ചിന്തിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ക്രിയേറ്റീവ് തിങ്കിങ് ഒരു കഴിവ് തന്നെയാണ്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ക്രിയേറ്റീവ് തിങ്കിങ്. മറ്റുള്ളവരുടെ അവരെന്ത് ചെയ്യുന്നു അത് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവര് ആ സമയത്ത് ഇങ്ങനെയാ ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തതെന്ന് ശരിയില്ല അല്ലെ. ഓരോരുത്തർക്കും അവരവരുടേതായ ഐഡിയാസ് ഉണ്ടായിരിക്കും. ആ ഐഡിയാസ് ചിന്തിച്ചെടുത്ത് പ്രവർത്തിക്കണം. ചില ആൾക്കാർക്ക് ചിന്തിക്കാൻ അതിന് സമയം വേണ്ട, വെറുതെ പാഴാക്കണുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ് കൂടുതലുണ്ടായിരിക്കും ആർക്ക്? പേഴ്സണൽ മാനേജർക്ക്. അത് മറ്റൊരു കാര്യമാണ്. പിന്നെ നോളജ് ഇൻ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എംപ്ലോയീസ് തമ്മിലുണ്ടാകും. ഓക്കെ, ആ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിനുള്ള അറിവ് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ പ്രോബ്ലം സോൾവിങ് ടെക്നിക്കൊക്കെ കുറച്ചൊക്കെ കയ്യിൽ വേണം. കേപ്പബിലിറ്റി ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി. പിന്നെന്താ? ഒരു ലീഡർഷിപ്പ്. ഞാൻ ഇത് എല്ലാം എന്റെ കയ്യിലൂടെ ഇതെല്ലാം ഭദ്രമാണ്, ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വേണ്ട വിധം എല്ലാവരെയും കറക്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും, ഐ ഹാവ് ദ ക്വാളിറ്റി എന്ന് സ്വന്തമായിട്ട് ചിന്തിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താ? ഫ്രണ്ട്ലി, ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ. പിന്നെന്താ? നമുക്ക് അങ്ങനെ ഒരു വ്യക്തി, ആ പേഴ്സണൽ മാനേജർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. തന്റെ സബോർഡിനേറ്റ്സിനോട്, തന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവർക്ക് എപ്പോ വേണമെങ്കിലും ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈസി ആയിട്ട് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പിന്നെ അപ്രോച്ചബിൾ നേച്ചർ. നമുക്ക് കാണുന്നത് എനിക്ക് പേടിയാ, ഞാൻ ചോദിക്കില്ല, കാരണം അങ്ങനെ കാണുമ്പോൾ തന്നെ പേടി. അങ്ങനെ പാടില്ല, അത് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്ന രീതിയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഓപ്പൺ അപ്പ് ആവില്ല, കാരണം എന്താ? പേടിച്ചിട്ട്. അപ്പൊ അപ്രോച്ചബിൾ നേച്ചറുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ഹി ഓർ ഷീ ഷുഡ് ഹാവ് ഇനീഷ്യേറ്റീവ് ഇൻ എന്താ പറയാ ഇനീഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇനി എന്താ ഉണ്ടാവണം? ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഡിസിഷൻ. ഞാനൊരു കാര്യം പറയുമ്പോൾ എനിക്കൊരു തീരുമാനമുണ്ട്, അത് മറ്റുള്ളവരോട് അതിന്റെ എന്താ പറയാ ഒരു സപ്പോർട്ട് ചോദിച്ചൊന്നും പോകണ്ട. ഐ ഹാവ് ദ ഡിസിഷൻ, എനിക്കുണ്ട് തീരുമാനം, ഇന്ന കാര്യത്തിൽ ഇന്നതാണ് തീരുമാനം. അത് സ്വന്തമായിട്ട് ഉണ്ടാവണം. അത് ആരുടെയെങ്കിലും ഫോഴ്സ് കൊണ്ട് എടുക്കുന്ന തീരുമാനമല്ല, സ്വയം. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ ചിന്തിച്ചെടുത്തു, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് തന്നെ കഴിയണം. അതാണ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഗ്രേറ്റസ്റ്റ് ട്രസ്റ്റ് എമംഗ് ദ എംപ്ലോയീസ്, കൊളീഗ്സ്. തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ കോവർക്കേഴ്സ് ആണ്. കോവർക്കേഴ്സിനോടൊപ്പം അവരുടെ ഒപ്പം നിന്ന് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റണം.
വിശ്വാസം പിടിച്ചു പറ്റാതെ അവർ ഓപ്പൺ ആകുള്ളൂ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്രോച്ചബിൾ നേച്ചർ ആണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് നമ്മളിപ്പോ ഇങ്ങനെ പേടിപ്പിച്ച് അവരെ നിർത്തുമ്പോൾ അവർ ചിലപ്പോൾ പലതും നമ്മളെ കാണുമ്പോൾ മറിച്ചു വെക്കും. എന്നിട്ട് അത് അവരുടെ ഇടയിൽ തന്നെ ഇട്ടിട്ട് അവിടെ കിടന്ന് ഡിസ്കസ് ചെയ്ത് അതിനെ വഷളാക്കും. അങ്ങനെയേക്കാളും ഭേദം നേരിട്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യം അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ജോലിക്കാർക്ക് അവരവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചില പോരായ്മകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാനായിട്ട് അവർക്ക് ഓപ്പൺ ആകാനായിട്ട് അവർക്ക് പറ്റണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താലല്ലേ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പൊ കോളീഗ്സിനോട് ഇടയിൽ ഒരു ട്രസ്റ്റ് വർത്തി ഒരു കാര്യം, ട്രസ്റ്റ് അവരുടെ ഇടയിൽ നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റണം. പിന്നെ മാത്രമല്ല whenever they have to be ready to cooperate with the subordinates at their difficult times. അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ എപ്പോ വേണമെങ്കിലും ആകാം പ്രശ്നം. ആ സമയത്ത് അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ, സഹകരിക്കാനായിട്ട് റെഡി ആയിരിക്കണം. ഏത് സമയമായിക്കോട്ടെ, ഏത് സമയത്തും അവരോട് റെഡി ആയിട്ട് ചെന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹകരിക്കാൻ പറ്റിയ ആളായിരിക്കണം. ആൻഡ് മാത്രമല്ല പ്രോംപ്റ്റ് ടു ഗീവ് ദം ഫീഡ്ബാക്ക് ഇൻ ദെയർ ഹാൻഡ്ലിംഗ് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ്. ഇതുപോലെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ അറിയാനും, അതായത് അവർ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ മാനേജർ ആണല്ലോ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയാ അവിടെയൊക്കെ നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതിന്റെ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കാനും ആൻഡ് നെസസറി ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളും ഓർഗനൈസേഷന്റെ പോളിസീസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന ആളായിരിക്കണം പേഴ്സണൽ മാനേജർ. ഹി ഷുഡ് ബി പ്രോംപ്റ്റ് ടു ഇനഫ് ടു ഗിവ് ഫീഡ്ബാക്ക് ഇൻ ദർ ഹാൻഡ്ലിംഗ് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാൻ പറ്റണം. അതിനുള്ള പ്രോംപ്ഷൻ ആയിട്ടുണ്ടായിരിക്കണം. ആൻഡ് മാത്രമല്ല നെസസറി ഇൻട്രസ്റ്റ് ഓഫ് ഫംഗ്ഷനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ താല്പര്യങ്ങളുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ മാനേജർ എന്ന നിലയിൽ ആൾക്കുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയോ? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ. ഇനി ഞാനൊന്നും പറയാം. ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലേ, ഈ വലിയ സെന്റൻസുകളൊന്നും കണ്ടിട്ടില്ല. ഈ ചെറിയ പോയിന്റുകൾ കണ്ടോ നിങ്ങൾ? ഈ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, പിന്നെ എന്താ പറയാ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, tactful, friendly, approachable nature ഉള്ള ആളായിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം, ട്രസ്റ്റ് വർത്ത് എമംഗ് ദ കൊളീഗ്സ്, തങ്ങളുടെ കൊളീഗ്സിന്റെ വർക്കേഴ്സിന്റെ ഇടയിൽ ട്രസ്റ്റ് സമ്പാദിക്കാൻ പറ്റിയ ആളായിരിക്കണം, കോപ്പറേറ്റ് വിത്ത് സബോർഡിനേറ്റ്സ് ഇൻ ദ ടൈംസ് ഓഫ് ദർ ഡിഫിക്കൽട്ടീസ്. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരോട് എപ്പോ വേണമെങ്കിലും റെഡി ആയിട്ട് അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. ആ ചെറിയ പോയിന്റുകൾ ഉണ്ട്, അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാട്ടോ. ഒരു 7 പോയിന്റ്. ആ 7 പോയിന്റുകളിൽ ഏതെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ആൻഡ് ഓഫ് പേഴ്സണൽ മാനേജറിൽ ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ വരും എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 7 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഡെഫിനിഷൻസിന്റെ ചുവട്ടിൽ ഒരു 3 വേർഡുകൾ ഉണ്ടായിരുന്നു, അതും നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇനി മാർക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും തരില്ല. ആൻഡ് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഇറ്റ്. നിങ്ങൾ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തുക. മനസ്സിലായോ? ക്ലിയറാണോ? പറയട്ടെ അടുത്ത ഭാഗം. യെസ്. ഇനി നമുക്ക് അപ്പൊ നമ്മള് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ ആണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. ഇനി പേഴ്സണൽ മാനേജർക്ക് എന്തൊക്കെ റോള്, എന്തൊക്കെ പങ്ക് വഹിക്കാനുണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പേഴ്സണൽ മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് മാനേജർ അല്ലേ, മാനേജർമാർക്കൊന്നും ചെയ്യാനില്ല, അവിടെ നോക്കിയിരുന്നാൽ മതി, എല്ലാം മാനേജ് ചെയ്ത് പൊക്കോളും എന്നുള്ള രീതിയിലല്ല. മാനേജർക്ക് അവരവരുടേതായ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ മാനേജറിന്റെ റോൾസ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പേഴ്സണൽ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ? പ്രധാനമായിട്ടും ഒരു പേഴ്സണൽ മാനേജർ എന്ന നിലയ്ക്ക് അവർക്ക് ഒരു ഓർഗനൈസേഷനോട് വഹിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, റോളുകൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ പേഴ്സണൽ റോൾ, തൊഴിൽപരമായിട്ടുള്ള ഒരു പങ്ക്, ദെൻ വെൽഫെയർ, ക്ഷേമത്തിനുള്ള പങ്ക്, ക്ലറിക്കൽ, ഇത് ക്ലർക്ക് വർക്ക് ചെയ്യുന്ന, അതായത് ക്ലറിക്കൽ വർക്ക് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫയർ ഫൈറ്റിംഗ് റോള്. അതായത് ഇങ്ങനെ 4 രീതിയിലാണ് ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജറിന്റെ റോളുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
നമുക്ക് അപ്പൊ 4 റോളുകൾ ഏതൊക്കെയാണ് 4 റോളുകൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 4 റോളുകളിൽ പെടാത്തത് ഏതാണ്, പെടുന്നത് ഏതാണെന്ന് ഒക്കെ ചോദിക്കാം. അപ്പൊ മറക്കണ്ട, ഏതൊക്കെയാണ്? പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആൻഡ് ക്ലറിക്കൽ റോൾ. ആ പേഴ്സണൽ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് കൂടി നോക്കിക്കൊള്ളണം. പേഴ്സണലിന്റെ വേണമെങ്കിൽ ആ പേഴ്സണലും മറ്റേ പേഴ്സണലും വേണമെങ്കിൽ മാറ്റിയിട്ട് തരാം. PERSONAL, വ്യക്തിപരമായ പങ്ക് എന്നാണ്. ആ വ്യക്തിപരമായ പങ്കല്ല, ഇവിടെ തൊഴിൽപരമായ പങ്കാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പേഴ്സണൽ റോളിൽ എന്തൊക്കെയാണ് ഒരു പേഴ്സണൽ മാനേജർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കണം. ദാറ്റ് മീൻസ് they have to advise the management on effective use of human resource. ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ നിലകളിലും ഒക്കെ ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ ഉണ്ട്, എംപ്ലോയീസ്, സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസ് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുക. ഇന്ന ആളുകൾക്ക് ഇന്ന കഴിവൊക്കെ ഉണ്ട്, അപ്പൊ ഇവരെ ഇങ്ങനെ ഉപയോഗിക്കണം. നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവരുടെ കയ്യിൽ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട്. അപ്പൊ വി ഹാവ് ടു യൂസ് ദം മാക്സിമം. അവരെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് പേഴ്സണൽ മാനേജറാണ്. അല്ലാണ്ട് ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള മാനേജർക്ക് അതൊന്നും ചിലപ്പോ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കഴിവുകളും ഓരോരുത്തരുടെ കേപ്പബിലിറ്റീസ്, കഴിവുകള് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പേഴ്സണൽ മാനേജറാണ് ആ ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കേണ്ടത്. അവരെ എങ്ങനെ, ഹൗ ദേ ക്യാൻ യൂസ് ഇറ്റ് ഇഫക്റ്റീവ്ലി, ഇവരെ നമുക്ക് എങ്ങനെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ അഡ്വൈസറി ആയിട്ട്, അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താ, ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ആർക്ക്, മാനേജ്മെന്റിന്, ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കാനുള്ള അഡ്വൈസറി ആയിട്ട് ഉള്ള ഒരു റോൾ ഉണ്ട്. അപ്പൊ ഒരു അഡ്വൈസറിയുടെ റോളാണ് ആർക്കുള്ളത്? പേഴ്സണൽ മാനേജർക്ക് പേഴ്സണൽ എന്ന് പറയുന്ന റോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. രണ്ടാമത്തേത് മാൻ പവർ പ്ലാനിങ് ആണ്. മാൻ പവറിനെ, ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യാൻ എന്തോരൊക്കെ സ്റ്റാഫ് ഓരോ ഭാഗങ്ങളിൽ വേണം. ആൻഡ് ഹൗ ടു റിക്രൂട്ട്, അവരെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യം, അവരെ സെലക്ട് ചെയ്യുന്ന കാര്യം, അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു എന്താ പറയാ പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അത് അവരുടെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, ഇവരൊക്കെ റിക്രൂട്ട് ചെയ്തു, പ്ലാൻ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് സെലക്ഷൻ ഒക്കെ നടത്തി. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻ സ്റ്റാഫ് അല്ലെങ്കിൽ ലൈൻമെൻ. അതായത് അവിടെ ലൈനിലുള്ള എല്ലാ സ്റ്റാഫുകളെയൊക്കെ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക, അവരെയൊക്കെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, തൊഴിൽപരമായിട്ടുള്ള വികസനം കൊണ്ടുവരിക ട്രെയിനിങ്ങിലൂടെ. അപ്പൊ അതും ഇവരുടെ ഒരു റോള് തന്നെയാണ്. ആൻഡ് പേഴ്സണൽ റോളിൽ ലാസ്റ്റ് വരുന്ന അസസ്മെന്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ഗ്രൂപ്പ് ബിഹേവിയർ. ഓരോ ഇൻഡിവിജ്വൽസും, ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ ആ ഒരു എംപ്ലോയീസിനെ കുറിച്ചിട്ട് വിലയിരുത്തുക, അവരെ അസസ് ചെയ്യുക, അവരെ മെഷർ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അവരുടെ രീതികളും മറ്റു കാര്യങ്ങളും, എത്രത്തോളം കൃത്യമായിട്ട് ജോലികൾ ചെയ്യുന്നുണ്ട്, എത്ര ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പായിട്ടായിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിട്ടായിക്കോട്ടെ. ഈ ഗ്രൂപ്പിൽ എത്രത്തോളം അവരുടെ പങ്കാളിത്തം അവർ ചെയ്യുന്ന ജോലിയിലുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിൽ എങ്ങനെയുണ്ട്, അതൊക്കെ വിലയിരുത്തുക, അതിനെക്കുറിച്ച് അസസ് ചെയ്യുക എന്നുള്ളതാണ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പേഴ്സണൽ, തൊഴിൽപരമായിട്ടുള്ള റോളുകളിൽ വരുന്നതാണ്. ആരുടെ? പേഴ്സണൽ മാനേജർ. അപ്പൊ 4 റോളുകളാണ്, 4 എന്താ പറയാ പോയിന്റുകളാണ് പേഴ്സണൽ റോളിൽ പേഴ്സണൽ മാനേജർക്കുള്ളത്. വാട്ട് ഈസ് ദി, എന്തൊക്കെയാണത്? ഒന്ന് അഡ്വൈസറി, അഡ്വൈസിംഗ് ദ മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉപദേശം കൊടുക്കല്. പിന്നെ എന്താ, മാനേജിങ് എന്താ പറയാ മാൻ പവർ പ്ലാനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. അതിനുശേഷം ഇതൊക്കെ റിക്രൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. ഓക്കെ, അടുത്തത് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബിഹേവിയർ. ഇതൊക്കെ അസസ് ചെയ്യുക, ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ടും ഒക്കെ. ക്ലിയർ ആയോ? പേഴ്സണൽ റോൾ മനസ്സിലായോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? അങ്ങനത്തെ ടോപ്പിക്കാണ്. കുറച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കേണ്ടതും വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതുമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ സെന്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒന്നുകൂടി നമ്മൾ ഇരുന്നുകൂടി കഷ്ടപ്പെട്ട് വായിച്ചാലേ അത് ക്ലിയർ ആകുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് രണ്ടാമത്തേക്ക് എന്താ നോക്ക്, വെൽഫെയർ റോളാണ്. വെൽഫെയർ റോളാണ്. അപ്പൊ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടാകേണ്ട വെൽഫെയർ റോളുകൾ, അത് വെൽഫെയർ റോള് 3 ഉള്ളൂ. ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വെൽഫെയർ? വെൽഫെയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ക്ഷേമം അല്ലെ, നല്ലത്, നല്ല എന്താ പറയാ, ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? വെൽഫെയർ എന്ന് പറഞ്ഞാൽ അറിയാൻ മനസ്സിലായല്ലോ അല്ലെ. അതായത് ഓരോ ആളുകളുടെയും വെൽഫെയറിന് വേണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ്, സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ അവരുടെ വെൽഫെയറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണ്. അപ്പൊ എനിക്ക്
എന്റേതായ ഒരു ക്ഷേമം അല്ലെങ്കിൽ എന്റെ ഒരു ക്ഷേമത്തിന് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത് അല്ലെ. ഇവിടുത്തെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാകാനും ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് അതിനൊപ്പം തന്നെ എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വെൽഫെയർ, ഒരു ക്ഷേമം ഉണ്ട്. അതുപോലെ ഓരോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും അങ്ങനെ ഉണ്ട് അവരുടെ ക്ഷേമത്തിന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിനുള്ള റോള് റിസർച്ച് ഇൻ പേഴ്സണൽ ഓർഗനൈസേഷൻ പ്രോബ്ലംസ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ തൊഴിൽപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ആ സംരംഭപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് റിസർച്ചൊക്കെ നടത്തുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് നടത്തുക. ആൻഡ് ദെൻ അവർക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം മാനേജിങ് സർവീസ് ആണ്. ചില സേവനങ്ങൾ ഇവർക്ക് വേണ്ടി ആ തൊഴിൽ ആളുകൾക്ക് വേണ്ടി കൊടുക്കുക. അത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ക്യാൻറ്റീൻസ്, അതുപോലെ തന്നെ ക്രഷ് എന്ന് പറഞ്ഞാൽ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളുകളിലെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സ്കൂളിലൊക്കെ പോകാൻ പാകമാകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതൊക്കെ, എന്നാൽ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് അപ്പൊ നമുക്കറിയാം ഒരു കൊച്ചു ജനിച്ച് കുട്ടികളൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ മെറ്റേണിറ്റി ലീവ് ഒക്കെ കൊടുക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോ ഇനിയിപ്പോ കൊച്ചിന് 5 വയസ്സായിട്ട് ജോലി വീണ്ടും ഇവിടെ വരുമ്പോ തരാം, അതൊരു ലീവ് എടുത്തോന്ന് പറയാറില്ലല്ലോ ഓരോ ഓർഗനൈസേഷനും. അപ്പൊ ആഫ്റ്റർ ഇത്ര ദിവസം ഇത്രയൊക്കെയാണ് ലീവ് ഉണ്ടാകുക. അത് ഗവൺമെന്റ് സെക്ഷൻസിലാണെങ്കിൽ വേറെ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ വേറെ. പ്രൈവറ്റിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അധികം വൈകാതെ വന്നില്ലെങ്കിൽ അവിടെ വേറെ ആൾ കയറ്റി അവര് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ചിലപ്പോൾ അവർക്ക് തനിച്ചാക്കി അവിടെ വേറെ ആളുകൾ ആരും നോക്കാനോ അന്വേഷിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ, ഈ വർക്കേഴ്സിന്റെ തന്നെ കുട്ടികളെ കെയർ ടേക്ക് ചെയ്യാനുള്ള സ്ഥലം, അതിനെ ക്രഷ് എന്ന് വിളിക്കാം കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ്, അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. പിന്നെ എന്താ പറയാ, ഗ്രൂപ്പ് ഡൈനമിക്സ്, അതായത് ഗ്രൂപ്പായിട്ട് ഇൻഡിവിജ്വൽസിന്, അതായത് എംപ്ലോയീസിനെ കൗൺസിലിംഗ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുക, ഒരു ലീഡർ ആണെന്നുള്ള രീതിയിൽ ലീഡർഷിപ്പ് കൊടുക്കുക, അവരോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കോ വർക്കേഴ്സ്, സബോർഡിനേറ്റ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, എല്ലാവർക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും പേഴ്സണൽ മാനേജർ എന്ന നിലയിൽ പുള്ളിക്കാരനെ ചെയ്യാറുണ്ട്. അപ്പൊ അവര് ചെയ്യേണ്ട വെൽഫെയർ റോളിൽ പെട്ടതൊക്കെയാണ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് റിസർച്ച് ചെയ്യുക, മാനേജിങ് സർവീസസ് സച്ച് ആസ് ക്യാൻറ്റീൻസ്, ക്രഷേഴ്സ് എക്സെട്ര, ഗ്രൂപ്പ് ആയിട്ടുള്ള മോട്ടിവേഷൻസ്, കൗൺസിലിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇനി എന്താ അടുത്ത റോൾ എന്ന് പറയുന്നത് ഇവരുടെ ക്ലറിക്കൽ റോളാണ്. പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം കീപ്പിംഗ് ആണ്. ഓരോ ജോലിക്കാരും അവർ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ടൈം അതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. എപ്പോ വരുന്നു, എപ്പോ പോകുന്നു, ഇതൊക്കെ പണ്ടത്തെ ആസ്പെക്ടുകളാണ്. പക്ഷെ ഇന്ന് ഇതിനൊക്കെ പുതിയ ടെക്നോളജി ഉണ്ട് അല്ലെ, പഞ്ചിങ് ഉണ്ട്. അപ്പൊ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോ വരുന്നു, എപ്പോ ലീവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വൺസ് ഒരു പ്രാവശ്യമേ ഇന്നുള്ളൂ, ഒരു പ്രാവശ്യം ഔട്ടും ആണ്. ഇതിന്റെ ഇടയിൽ വന്നും കയറിയൊക്കെ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ ഇത് ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇത്ര മണിക്ക് ഇൻ ചെയ്തു, ഇത്ര മണിക്ക് ഔട്ട്, പുറത്തു പോയി. അപ്പൊ ടൈം കീപ്പിംഗ് എംപ്ലോയീസിനെ സംബന്ധിക്കുന്നത് ക്ലറിക്കൽ വർക്കിൽ പെട്ടതാണ്. പേഴ്സണൽ മാനേജർ അതൊക്കെ മാനേജ് ചെയ്യണം. ദെൻ സാലറി, വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ എംപ്ലോയീസിന് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സാലറി, വേജ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. പിന്നെ പലതരത്തിലുള്ള റെക്കോർഡുകൾ പേഴ്സണൽ മാനേജർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. വാട്ടെവർ റെക്കോർഡ്സ് അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഓരോ ജോലിക്കാരും അവരവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ റിലേഷൻഷിപ്പ്, അത് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അവരൊക്കെ അത് നോക്കി വിലയിരുത്തുക. അതൊക്കെ ക്ലറിക്കൽ വർക്കിൽ പെട്ടതാണ്. ആരുടെ? പേഴ്സണൽ മാനേജറിന്റെ. ഓർക്കുക, ടൈം കീപ്പിംഗ് ഉണ്ട്, സാലറി, വേജ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡുകൾ, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ക്ലറിക്കൽ റോളിൽ വരുന്നതാണ് പേഴ്സണൽ മാനേജറിന്റെ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോളാണ്. ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫയർ ഫൈറ്റർ എപ്പോഴാ വരിക? ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഫയർഫോഴ്സ് എന്ന് നമ്മൾ പറയും അല്ലെ, ഇന്ത്യക്കാരതാ പറയാ. പക്ഷെ ഇബ്രോഡൊക്കെ കുറെ വേറെ രാജ്യങ്ങളൊക്കെ ഫയർ ഫൈറ്റിംഗ് എന്നാണ് പറയാ. അതായത് അതിനെ കെടുത്താനുള്ളത്, തീ അണയ്ക്കാനുള്ളത് എന്നൊക്കെയാണ്, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ളത്. ഓക്കെ. പക്ഷെ ഇവിടെ ആ തീകടത്തിലൊന്നുമല്ല, ഇവിടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ പരാതികള്, പരിഭവങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ. ഒന്നിലധികം ആൾക്കാരെ എവിടെയൊക്കെ ജോലി സ്ഥാപനത്തിലുണ്ട്, തീർച്ചയായിട്ടും അവിടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. അതാരുടെ ഡ്യൂട്ടി? പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ.
ആൻഡ് ഈ പറഞ്ഞ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? അത് മൂത്ത് എന്താകും? ഇറ്റ് മേ ബി എന്താ പറയാ ഡിസ്പ്യൂട്ട്സ് അല്ലെ, ഭയങ്കര തർക്കങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കിന് കേപ്പബിൾ ആയിട്ടുള്ള ആളായിരുന്നു നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? അതൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള, ആ ഡിസ്പ്യൂട്ട്സ് അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള വഴി നോക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ്, ഇപ്പൊ ഇതുപോലെയുള്ള ഡിസ്പ്യൂട്ട്സ് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിയായ രീതിയിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനെതിരെ ആക്ഷൻസ് എടുക്കാം പറ്റുമെങ്കിൽ, അല്ലെ? അല്ലാണ്ട് എതിർക്കുന്നവനെ അതേ രീതിയിൽ തന്നെ തിരിച്ചെതിർത്തിട്ട് യാതൊരു കാര്യമില്ല. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അതായത് ഇലക്കും മുള്ളിനും കേടില്ലാതെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ അതിനെ ടാക്ടൈലായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളിക്കാരന് വേണം. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതും പുള്ളിക്കാരന്റെ റോളാണ്. ദെൻ കളക്റ്റീവ് ബാർഗൈനിങ്, ഇതുപോലെ തന്നെ എന്താ പറയാ, എല്ലാവരും കൂടി ചേർന്ന് ചില എന്താ പറയാ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. എല്ലാ ജോലിക്കാരും തൊഴിലാളികളൊക്കെ കൂടി ചേർന്നേ. അപ്പൊ പേഴ്സണൽ മാനേജറുടെ അടുത്തായിരിക്കും ചിലപ്പോ അത് ആദ്യം ചെല്ലുക. അപ്പൊ അവരൊക്കെ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടി വന്ന് ബാർഗൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുക, അല്ലെങ്കിൽ അത് കേൾക്കുക, അതിന് പ്രശ്ന പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. തന്റെ കയ്യിൽ ഒതുങ്ങിയില്ല എങ്കിൽ മാത്രം അത് ടോപ്പ് ലെവലിലേക്കൊക്കെ കൈമാറുക. അല്ലെങ്കിൽ എല്ലാത്തിനും ടോപ്പ് ലെവലിനെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്റേതായ അതിന് ഉത്തരം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാവണം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ആഫ്റ്റർ ഓൾ അതിനുശേഷം അറ്റത്ത് ഒട്ടും പറ്റാതെയൊക്കെ ആകുമ്പോൾ അത് അറ്റത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ അത്തരം ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസും പേഴ്സണൽ മാനേജറിന്റെ ഒരു റോളാണ്. എന്തൊക്കെയാണ്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്തൊക്കെയാണ് പേഴ്സണൽ മാനേജറിന്റെ റോളുകൾ എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. യെസ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഇനി ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ, അതായത് ഈ പറഞ്ഞ തൊഴിലാളികളുടെ തൊഴിലിനെ മാനേജ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഈ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ, ലൈൻ സ്റ്റാഫിനെ എല്ലാവരെയും മാനേജ് ചെയ്യുന്നതാണ്. ആ മാനേജ് ചെയ്യുന്നതിന്റെ പ്രോസസ്സുകൾ പലതാണ്. ഏതൊക്കെയാണ് പ്രോസസ്സിന്റെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്? ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, then training and development process, compensation and reward process, collective bargaining process. അപ്പൊ ഇത്രയും പ്രോസസ് ഉണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പ്രോസസ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ 8 പ്രോസസ്സുകളാണ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഓരോ പ്രോസസ്സും എന്താന്ന് നോക്കാം. 2 നോക്കാം, 2 3 നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. അതായത് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇൻവോൾവ്സ് ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത്, അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിട്ടായിട്ട്, മനസ്സിലായോ? ഒറ്റയ്ക്കും. അതുപോലെ നമ്മളൊക്കെ അറിയാം, നമ്മൾ ഓരോ ഓർഗനൈസേഷന്റെ അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടേതായ രീതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളുടെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ആൻഡ് ഗ്രൂപ്പ് ആയിട്ട് നിന്നുകൊണ്ടുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതെല്ലാം കൊടുത്ത് ഓരോ ഇൻഡിവിജ്വൽസും അവരവര് എത്രത്തോളം അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടക്കുന്നത്? ലീഡർഷിപ്പ് പ്രോസസ്സ്. അപ്പൊ ഒരു പേഴ്സണൽ മാനേജർ, ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എത്രത്തോളം അവർ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് തന്റെ ലീഡർഷിപ്പിനകത്ത് താൻ ലീഡറായിട്ട് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒറ്റയ്ക്കും കൂട്ടായും എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ കൊണ്ട്, അതിനെയാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുക. മനസ്സിലായി? involves influencing the individual and group behavior towards the achievement of organizational goals. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, dash involves in influencing individual and group behavior towards the achievement of organizational goals എന്ന് പറഞ്ഞാൽ അത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. ഓക്കെ, മനസ്സിലായ? ഓർക്കുക, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് കണ്ടാൽ അത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. എല്ലാം ഒരേപോലത്തെ അല്ല, എല്ലാം വ്യത്യസ്തമാണ്. രണ്ടാമത്തേത് എന്താ? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. അത് എളുപ്പം മനസ്സിലാക്കും. ജസ്റ്റിസ് എന്താ വാക്കിന്റെ അർത്ഥം? നീതി, ന്യായം എന്നൊക്കെയാണ്, അല്ലെ? അപ്പൊ ന്യായം, അപ്പൊ അന്യായം പാടില്ല എന്ന്. എന്തിൽ അന്യായം പാടില്ല എന്നായിരിക്കാം?
ട്രീറ്റ്മെന്റിന്റെ കാര്യത്തില് വൈൽ ട്രീറ്റിംഗ് മെൻ ആൻഡ് വിമൻ അല്ലെ, ഏജ് ഡിഫറൻസിന്റെ കാര്യത്തില് അങ്ങനെ ഒരു ഇൻഇക്വാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും വേണ്ടത്. എങ്ങനെ, അതായത് എല്ലാവരും ഒരുപോലെയാണ്, മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ, എല്ലാവരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഒരുപോലെയാണെങ്കിൽ അവരുടെ റേഞ്ച് അനുസരിച്ച്, അവരുടെ റാങ്ക് അനുസരിച്ച്, അവരുടെ പൊസിഷൻ അനുസരിച്ച് അവർക്ക് പേയ്മെന്റുകൾ ആ രീതിയിൽ തന്നെയാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കണ്ടേ. അത് സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും കൊടുത്തുള്ളൂ, പുരുഷനായതുകൊണ്ട് അവർക്ക് ചെലവ് കൂടുതൽ, അവർ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൊടുത്തു, അങ്ങനെ പാടില്ല. ഓൾ ആർ ഈക്വൽ. അപ്പൊ അങ്ങനെ ഇൻജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് പ്രോസസ് എന്ന് പറയാൻ കാരണം. ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ വർക്ക്. ചെയ്യുന്ന ജോലിക്ക് ഫെയർ ആയിട്ടുള്ള വളരെ അനുകൂലമായ രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ വേജസ് കൊടുക്കുക, കൂലി കൊടുക്കുക. അതാണ്. അപ്പൊ ഇൻജസ്റ്റിസ് പാടില്ല. ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ഫെയർ കോമ്പൻസേഷൻ ഫോർ വർക്ക്. അത് ചേരുമ്പോൾ അതെന്തായി? ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ വർക്ക്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഓർക്കുക ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. ക്ലിയർ? മനസ്സിലായ? ലീഡർഷിപ്പ് പ്രോസസ്സും ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് പ്രോസസ് മനസ്സിലായോ? യെസ്. ആൻഡ് തേർഡ് വൺ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. അതുകൊണ്ട് പറഞ്ഞ് നിർത്താണ്. ഓക്കെ, എന്താണ് അതിനകത്ത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ? എന്താ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? അർത്ഥം സ്പെഷ്യലൈസേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്പെഷ്യലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരു കാര്യം കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് പെർഫെക്റ്റ് ആയി, അല്ലെ, ഓക്കെ ആയി, അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ പിന്നെ കണ്ണടച്ചാലും ചെയ്യാൻ പറ്റും എന്ന രീതിയായി. കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറ്റുള്ളൂ, അല്ലെ. ഏത് ജോലിയിലും നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആകുന്നത് എപ്പോഴാ? കൂടുതൽ പ്രാവശ്യം അത് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുത്തു, അത് തന്നെ വീണ്ടും കുറെ ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ ഞാൻ പിന്നെ അത് കണ്ണടച്ചാലും എനിക്ക് എടുക്കാം, ബുക്കിന്റെ നോട്ടേ നോക്കേണ്ടി വരില്ല. ആ ഒരു ടോപ്പിക് അറിയുമ്പോൾ ഹെഡിങ് കണ്ട ടോപ്പിക് അറിയാൻ വേണ്ടി നമുക്ക് അറിയണമല്ലോ. അറിയുമ്പോൾ മനസ്സിലായി ഇത് ഇന്നതാണ് ഇതിനകത്ത് ആ ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് യു ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ്, അല്ലെ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പ്രോവർബൊക്കെ. നമ്മൾ കൂടുതൽ അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. ആ ഒരു വിഭാഗത്തിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആകും. അപ്പൊ ഇവിടെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദെയർ സ്പെഷ്യലൈസേഷൻ ഓരോ ആളുകൾക്കും അവർക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് പിന്നെ ആൾക്ക് പറ്റുന്ന ജോലി അയാൾക്ക് കൊടുക്കുക, മറ്റൊരാൾക്ക് അങ്ങനെ. അപ്പൊ ആ ഒരു ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ആ ഇൻഡിവിജ്വൽ ജോബ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ആൻഡ് ഇൻഡിവിജ്വൽ ജോബ് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. മൊത്തം ജോലികളെ ഇൻഡിവിജ്വൽസിന് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഓരോരുത്തർക്ക് അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ 3 പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. 8 എങ്ങാണ്ടുണ്ട് അല്ലേ? ബാക്കി ഇപ്പുറത്ത് താഴെയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഒന്ന് വായിച്ചു നോക്കാമോ? ഇവിടെ നിന്ന് ഈ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ തുടങ്ങി ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. പെട്ടി അതായത് നമ്മുടെ ഈ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞ പെട്ടി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ എഴുതുക. അതിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ ഇടുന്നത്, ലിക്കർ റോളിൽ പെടാത്തത് അങ്ങനെയൊക്കെ ചോദ്യം തിരിച്ചു മറിച്ച് അപ്പുറത്തൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പെട്ടിയുടെ അവിടെ എഴുതിയിടുക. അതുപോലെ തന്നെ ഈ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ ഇപ്പൊ 3 പറഞ്ഞത്. അപ്പൊ ആ പ്രോസസ്സുകൾ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവിടെയും LB ഇടുക. ഇമ്പോർട്ടന്റ് എന്നോ LB എന്നോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവിടെ ഇല്ല. എന്നിട്ട് അവിടെ നിന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചോദ്യമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ സ്വയം ചോദ്യം ചോദിച്ച് സ്വയം ഉത്തരം ഉണ്ടാക്കുക. കാരണം ഇപ്പൊക്കെ ഇങ്ങനെ ചോദ്യം തരുമ്പോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു ചോദ്യമായിട്ടൊന്നും ആ ചോദ്യം മാത്രം നിങ്ങൾ നോക്കി പഠിക്കും. ചിലപ്പോ അതിന്റെ അടുത്ത പേപ്പറിൽ ചിലപ്പോ അവിടെ നിന്ന് വേറെ ഭാഗത്തു നിന്നായിരിക്കും അതേ ഇതിൽ നിന്ന് തന്നെ വരിക. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് അതിന്റെയൊക്കെ ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇരുന്നൊന്ന് വായിച്ചു നോക്കണേ.
നമ്മൾ ഈ ഡെഫിനിഷൻസ് തുടങ്ങിയാണ് ഇന്നെടുത്ത ഡെഫിനിഷൻ എടുത്തു, ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു, പേഴ്സണൽ മാനേജറിന്റെ റോൾ എടുത്തു, പിന്നെ ഈ 3 പ്രോസസ്സ് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, 3 പ്രോസസ്സേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ പറഞ്ഞിട്ടില്ല. എടുത്തേക്കുന്നത് കുറച്ചാണ്, പക്ഷെ സെന്റൻസുകൾ കുറച്ച് ലെങ്തി ഒക്കെ ആയതുകൊണ്ട് അത് വായിച്ചും കൂടി അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, വായിച്ചു നോക്കാമല്ലോ. വായിച്ചോളൂല്ലേ? നന്നായിട്ട് വായിച്ചു നോക്കൂലേ? ഇല്ലല്ലോ ആരും.